ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇന്ന് ദർശനമാലയിലെ 10-ാം അധ്യായമായ നിർവാണ ദർശനത്തിലെ 5-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുന്നു. ശ്ലോകം: ദഗ്ധ്വാ ജ്ഞാനാഗ്നിനാ സർവമുദ്ദിശ്യ ജഗതാം ഹിതം കരോധി വിധിവത് കർമ്മ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിത. ഒന്നുകൂടി: ദഗ്ധ്വാ ജ്ഞാനാഗ്നിനാ സർവമുദ്ദിശ്യ ജഗതാം ഹിതം കരോധി വിധിവത് കർമ്മ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിത. അന്വയം: ബ്രഹ്മണി സ്ഥിത ബ്രഹ്മവിത്ത് ജ്ഞാനാഗ്നിനാ സർവം ദഗ്ധ്വാ ജഗതാം ഹിതം ഉദ്ദിശ്യ വിധിവത് കർമ്മ കരോതി. അർത്ഥം: സർവതും ബ്രഹ്മം ആണ് എന്ന അറിവിൽ, ഞാനും അതുതന്നെയാണ് എന്ന ബോധത്തിൽ, ബ്രഹ്മത്തിൽ ലീനമായ മനസ്സോടുകൂടിയിരിക്കുന്ന ബ്രഹ്മണിസ്ഥിതനായ യോഗി ലോകത്തിൻ്റെ നന്മയെ ഉദ്ദേശിച്ച് യഥാവിധി കർമ്മങ്ങൾ ചെയ്യുന്നു. ബ്രഹ്മവിത്ത് ബ്രഹ്മണിസ്ഥിത, ബ്രഹ്മത്തെ അറിഞ്ഞവനും ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നവനും ആയ യോഗി ജീവൻ മുക്തൻ ആയിരിക്കും. അങ്ങനെയുള്ളവരെ എങ്ങനെ തിരിച്ചറിയും? അവർ കർമ്മം ചെയ്യുന്നവരാണ്. അവരുടെ കർമ്മത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് വിധിവത് കർമ്മ കരോതി ജഗതാം ഹിതം ഉദ്ദിശ്യ എന്നാണ്. അതായത്, ഒരു സന്യാസിക്ക് വിധിച്ചിരിക്കുന്നതായ കർമ്മങ്ങളെ അവർ ചെയ്യുന്നുള്ളൂ. അതും ലോകനന്മയെ ഉദ്ദേശിച്ചുള്ള കർമ്മങ്ങളുമായിരിക്കും. ഭഗവത്ഗീതയിൽ കർമ്മസന്യാസവും കർമ്മഫലത്യാഗവും രണ്ടും വേറെ വേറെ ആണ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. കർമ്മഫലത്യാഗം കർമ്മസന്യാസമല്ല, കർമ്മത്തെ തന്നെ ഉപേക്ഷിക്കുന്നതാണ് കർമ്മസന്യാസം. കർമ്മഫലത്യാഗം കർമ്മത്തെ ഉപേക്ഷിക്കുന്നില്ല, ഫലത്തെ മാത്രമേ ഉപേക്ഷിക്കുന്നുള്ളൂ. അതായത്, കർമ്മഫലത്യാഗിയായ സന്യാസി ഫലാപേക്ഷ കൂടാതെയുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നത് എന്നതിന് അർത്ഥം ഫലമുണ്ടാകരുത് എന്ന വിചാരത്തോടു കൂടി കർമ്മം ചെയ്യുന്നു എന്നല്ല. അങ്ങനെ ഒരു കർമ്മമെങ്ങുമില്ല. കർമ്മം ഉണ്ടെങ്കിൽ അതിന് ഫലവും ഉണ്ടാകും. കർമ്മി അതിനെ അപേക്ഷിക്കുന്നില്ല എന്നർത്ഥം. കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കദാചന എന്ന ഗീതാവാക്യം ഓർക്കുക. നിന്റെ അധികാരം കർമ്മങ്ങളിൽ മാത്രമാണ്, ഒരിക്കലും ഫലങ്ങളിൽ ഇല്ല. ഫലങ്ങളിൽ ആഗ്രഹം വയ്ക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം എങ്ങനെയായിരിക്കും ഉണ്ടാവുക, എപ്പോഴായിരിക്കും അത് ഉണ്ടാവുക എന്നത് നിയതിയാണ് തീരുമാനിക്കുന്നത്. അത് നിന്റെ തീരുമാനം പോലെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഫലത്തിൻ്റെ അധികാരം നിനക്കല്ല എന്ന് പറഞ്ഞത്. ഗീതയിലെ അടുത്ത ഭാഗം കൂടി നോക്കുക. മാ കർമ്മഫലഹേതുർഭൂ മാതേ സംഗോസ്ത്വകർമ്മിണി യോഗസ്ഥക്കുരു കർമാണി സംഗം ത്യക്ത്വാ ആത്മശുദ്ധയേ. നിന്റെ കർമ്മം ഫലത്തെ ആഗ്രഹിച്ചുള്ളതാകരുത്. എന്നാൽ നീ കർമ്മം ചെയ്യാതിരിക്കാനും പാടില്ല. നീ യോഗസ്ഥനായി അസംഗനായി ആത്മശുദ്ധിക്ക് വേണ്ടി കർമ്മം ചെയ്യൂ. ഇവിടെ ദർശനമാലയിൽ പറയുന്ന വിധിവത് കർമ്മ എന്നത് ഗീത പറയുന്ന ആത്മശുദ്ധി ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ ആണ്. അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവൻ അസംഗനും യോഗസ്ഥനും ആയിരിക്കും. ഒന്നിനോടും ആരോടും പ്രത്യേകിച്ച ഒരു ബന്ധവും ഇല്ലാത്തവനെയാണ് അസംഗൻ എന്ന് പറയുന്നത്. അതായത്, എൻ്റെ കുടുംബം, എൻ്റെ വീട്, എൻ്റെ പണം,
എൻ്റെ സ്ഥാപനം, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ എന്നിങ്ങനെയുള്ള എൻ്റേത് എന്ന വിചാരങ്ങളൊന്നും പാടില്ല. മാത്രവുമല്ല, ഞാൻ ഇന്നവനാണ്, ഇന്ന മഹത്വം എനിക്കുണ്ട് എന്നുള്ള അഹങ്കാരവും പാടില്ല. സമത്വം യോഗ ഉച്യതേ എന്നാണ് ഗീത പറയുന്നത്. കർമ്മത്തിന് ഫലസിദ്ധി ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും മനസ്സ് സമഭാവനയിൽ നിൽക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. യോഗസ്ഥക്കുരു കർമാണി, നീ യോഗസ്ഥനായി യോഗാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് കർമ്മങ്ങളെ ചെയ്യണം എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മേൽപ്പറഞ്ഞ സമഭാവനയോടുകൂടി കർമ്മം ചെയ്യണം എന്നർത്ഥം. എന്നൊരു അർത്ഥം കൂടി ഉണ്ട്. യോഗം എന്നതിന് മനസ്സിനെ ആത്മാവിനോട് യോജിപ്പിക്കുക എന്നാണ് അർത്ഥം എന്ന് മുൻപ് പറഞ്ഞതാണല്ലോ. അങ്ങനെ മനസ്സിനെ ആത്മാവിനോട് യോജിപ്പിക്കണമെങ്കിൽ അത് മനസ്സിന് മറ്റുള്ളവയായുമുള്ള സർവ്വവിധ ബന്ധങ്ങളും ഇല്ലാതാക്കേണ്ടതായിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ചിത്തവൃത്തി നിരോധനമാണ് യോഗം എന്ന് പതഞ്ജലി പറഞ്ഞിട്ടുള്ളത്. ചിത്തവൃത്തികളെല്ലാം നശിച്ച് ചിത്തം ആത്മാവിൽ ലയിച്ച് ആത്മാനുഭൂതി അനുഭവിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന അറിവാണ് താൻ ബ്രഹ്മം ആണ് എന്നത്. അങ്ങനെയാണ് യോഗി യഥാർത്ഥ ബ്രഹ്മജ്ഞാനി ആകുന്നത്. സർവ്വതും ബ്രഹ്മമായ താൻ തന്നെയാണ് എന്ന അറിവുണ്ടാകുമ്പോൾ യോഗി ബ്രഹ്മണി ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നവനുമാകും. ഈ അവസ്ഥയിലും താൻ ദേഹേന്ദ്രിയങ്ങളോടുകൂടി ഈ മായാപ്രപഞ്ചത്തിൽ വിഹരിക്കുന്നവനാണ് എന്ന അവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ട് നിഷ്കർമ്മിയായിട്ട് ഇരിക്കാതെ, അതായത് ഒരു കർമ്മവും ചെയ്യാതിരിക്കാതെ ലോകസംഗ്രഹണാർത്ഥം കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ആ കർമ്മയോഗികൾ അവരുടെ ബ്രഹ്മജ്ഞാനത്താൽ സർവബന്ധങ്ങളും നശിപ്പിച്ച് സ്വതന്ത്രരായവരാണ് എന്ന കാര്യം വിസ്മരിക്കാവുന്നതല്ല. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.